ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാബിൻ ഫ്രഷി ബൂസ്റ്റ് വൈബ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂറുമായിട്ടാണ്. ഇതിൻ്റെ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒറ്റ നിലയിൽ ഒരു 4 കെട്ട് വീടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കുരിയാട് കടക്കട ശിഹാബ് റാബിയ ദമ്പതികളുടേതാണ് ഈ വീട്. മഞ്ചേരി കലയുടെ ആർക്കിടെക്റ്റിലെ പി അബ്ദുള്ളക്കുട്ടി തികച്ചും പരമ്പരാഗത ശൈലിയിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 60 വർഷം പഴക്കമുള്ള പഴയ തറവാട് വീട് പൊളിച്ച് അതിൻ്റെ മരങ്ങളും മറ്റും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാണ് പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കാറ്റും വെളിച്ചവും കിട്ടുന്ന വീട് വേണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹം. അതനുസരിച്ചാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒറ്റ നിലയിൽ 3000 സ്ക്വയർ ഫീറ്റാണ് വീട്. ഫ്ലാറ്റായി വാർത്തിട്ട് ടെറസ് റൂഫ് ചെയ്ത് നാടൻ ഓട് വിരിച്ചു. മുകളിൽ സോളാർ പാനലും കൊടുത്തിട്ടുണ്ട്. വീടിനോട് ചേർത്ത് നിർത്താതെ സെപ്പറേറ്റ് ആയിട്ട് 300 സ്ക്വയർ ഫീറ്റാണ് പോർച്ചുള്ളത്. പഴയ വീടിൻ്റെ പിറകുവശത്തെ ഇടവഴി പിന്നീട് റോഡായപ്പോൾ ആ റോഡിലേക്ക് മുഖം തിരിച്ചാണ് പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഫോർമൽ ലിവിങ്ങിലേക്കാണ്. ഫർണിച്ചറുകളെല്ലാം തന്നെ ഇവിടെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിംഗ് ചെയ്യാതെ വാർപ്പിൽ തന്നെ LED പോയിന്റുകളും ബോക്സും ഒക്കെ ഘടിപ്പിച്ചുകൊണ്ടുള്ള സർഫേസ് പാനൽ LED ലൈറ്റിംഗ് സിസ്റ്റമാണ് മറ്റൊരു പ്രധാന ആകർഷണം. മരം കൊണ്ടുള്ള ഈ പാർട്ടീഷൻ ഇവിടെ കൂടുതൽ ഭംഗി കൂട്ടുന്നു. കോമൺ ഏരിയകളിൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള വലിയ ഫ്ലെക്സിബിൾ വിട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നടുമുറ്റത്തിന് ചുറ്റും പഴയ മഞ്ച പോലെയുള്ള ഇരിപ്പിടം നൽകി. അതിൻ്റെ മുകൾ ഭാഗം തുറന്ന് നമുക്ക് സാധനങ്ങൾ വെക്കാൻ കഴിയും. മരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പഴയ വീടിൻ്റെയാണ്. എന്നിട്ടും ബാക്കി വന്നതുകൊണ്ട് ഫർണിച്ചറുകൾക്കും സിറ്റ് ഔട്ടിനും നടുമുറ്റത്തെ ഫില്ലറുകൾക്കും ഒക്കെ പാനൽ ചെയ്യാൻ ഉപയോഗിച്ചു. വീടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ മഴ ആസ്വദിക്കാൻ പറ്റുന്ന, ഇഷ്ടം പോലെ കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു വിശാലമായ നടുമുറ്റം. അതിനു ചുറ്റും മറ്റ് എല്ലാം വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലും മറ്റും ഓഫ് വൈറ്റ് ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. അധികം ഷോ ഓഫ് ഇല്ലാതെ ലളിതമായ ഇൻറ്റീരിയർ ആണ് പഴയ മരവും മൾട്ടിവുഡും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് മൾട്ടിവുഡ് കോമ്പിനേഷനാണ് വാർഡ്രോബുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് വുഡൻ തീമിൽ പോളിഷ് ചെയ്തതാണ്. 4 ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമുകളിൽ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്നിങ്ങനെ വേർതിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്.
ഗൾഫ് യൂറോപ്യൻ രീതിയിൽ ഫ്ലഷ് ടാങ്ക് കൺസീൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ അടുത്തായിട്ടാണ് വുളു ചെയ്യാനുള്ള അബ്ലൂഷൻ ഏരിയയും കോമൺ ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് വാഷ് ബേസും ബാത്റൂം ഫിറ്റിങ്സും എല്ലാം. അബ്ലൂഷൻ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റാണ് വിശാലമായ പ്രയർ റൂമും ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ ടേബിളിനു കൂടെ ചെയറിനോടൊപ്പം ഒരു ബെഞ്ചും കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകളിൽ ഡ്രസ്സിംഗ് റൂമും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകളെ പോലെ തന്നെ വുഡ് ആൻഡ് മൾട്ടിവുഡ് കോമ്പിനേഷനാണ് കിച്ചൺ ക്യാബിനറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. നടുമുറ്റത്തെ വെള്ളം കിണറിലേക്ക് റീചാർജ് ചെയ്യുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരിട്ട് മഴ പെയ്യുന്ന നടുമുറ്റം പഴയകാല നാലുകെട്ടുകൾക്കുള്ളതുപോലെ മരത്തിൽ കടഞ്ഞതിനു പകരം കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്ത മുൻവശത്തെ ഫില്ലറുകൾ, ഇവയൊക്കെയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. ഗൃഹനാഥൻ വിദേശത്താണെങ്കിലും ഇടയ്ക്കിടെ നാട്ടിൽ വന്ന് അടുത്ത സ്റ്റേജിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തും വാട്സപ്പിലൂടെയൊക്കെ മാനേജ് ചെയ്താണ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ പണിയിലും സാധനങ്ങളുടെ ഗുണനിലവാരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഉദ്ദേശിച്ചതിലും നല്ലൊരു വീടായതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.